വരമായി കിട്ടിയ ആ ഒരു മാസം. രചന സയ്യിദ നടേമ്മൽ. ശബ്ദം നൽകിയത് രാജീവ് പെരുങ്ങോട്ടുകര. ഞാൻ നാട്ടിൽ വന്ന് അബുദാബിയിലേക്ക് തിരിച്ചുപോയിട്ട് 3 ആഴ്ചയായുള്ളൂ. അപ്പോഴാണ് ഒരു ദിവസം അടുത്ത വീട്ടിലെ ഫസീലയുടെ മെസ്സേജ് വന്നത്. ഇത്ത, ഇന്ന് ബാപ്പ ഭയങ്കര കരച്ചിലായിരുന്നു, മക്കളെ കാണണമെന്ന് പറഞ്ഞ്. കണ്ടിട്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. എൻ്റെ ബാപ്പയെ അവളും അങ്ങനെയാണ് വിളിച്ചിരുന്നത്. ഞാൻ തരിച്ചിരുന്നു പോയി. ബാപ്പ കരയുന്നത് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല, വിഷമിച്ചിരിക്കുന്നത് പോലും കണ്ടിട്ടില്ല. അങ്ങനത്തെ ബാപ്പ പൊട്ടിക്കരഞ്ഞുവെന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയി. അതും മക്കളെ കാണാൻ വേണ്ടി. കണ്ണീർ തൂവിക്കൊണ്ടിരുന്ന എന്നെ കണ്ട് എന്തു പറ്റി ഉമ്മ എന്ന് ചോദിച്ച് മോളടുത്ത് വന്നു. കാര്യം കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഉമ്മ നാട്ടിൽ പോയി വല്യാപ്പാനെ കാണും. നീ എന്തു ചെയ്യും? ഓഫീസിൽ ഇനി ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. കുഞ്ഞിനെ ആര് നോക്കും? കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചാണ് അവൾ ജോലിക്ക് പോകുന്നത്. ഞാൻ തൊട്ടു മുമ്പ് നാട്ടിൽ പോയപ്പോൾ അവൾ ലീവ് എടുത്തതാണ്. ഞാൻ വീണ്ടും നാട്ടിൽ പോയാൽ അവൾക്ക് ബുദ്ധിമുട്ടാകുമല്ലോ എന്ന ചിന്തയോടൊപ്പം എങ്ങനെയെങ്കിലും ബാപ്പയുടെ അടുത്തെത്താനും മനസ്സ് വെമ്പി. എന്തായാലും മോളുടെയും എൻ്റെ പ്രിയപ്പെട്ടവൻ്റെയും പിന്തുണ എന്നെ നാട്ടിലെത്തിച്ചു. അത്യധികമായ വികാരപ്രകടനങ്ങൾ നടത്താറില്ലെങ്കിലും ബാപ്പയുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാം മനസ്സിലെ സ്നേഹവും സന്തോഷവും. ചെറിയ വാക്കുകളിലൂടെ ചൊരിയുന്ന വലിയ സ്നേഹവാത്സല്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്നതായിരുന്നു. ചിലപ്പോഴൊക്കെ ബാപ്പയുടെ വിചാരങ്ങൾ ഉമ്മയുടെ വാക്കുകളിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് എത്തുക. ബാപ്പ ഉമ്മയോട് പറയുമത്രേ, ഓളിവിടെ ഉണ്ടായാൽ എനിക്ക് വലിയ സമാധാനമാണ്. അപ്രതീക്ഷിതമായി നാട്ടിലെത്തി എന്നെ കണ്ട് ഉമ്മ സന്തോഷം കൊണ്ട് വിതുമ്പി. എന്നാലും എന്തേ നീ ഒന്നും പറയാതെ പെട്ടെന്ന് വന്നത് എന്ന ഉമ്മയുടെ ചോദ്യത്തിന് ഞാൻ കുറച്ച് ദിവസം ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കൂടെ നിൽക്കാൻ വന്നതാ. ഹംദാനെ കാണണമെന്ന് ബാപ്പ കുറേ ആയില്ലേ പറയുന്നത്, അതുകൊണ്ട് അവനെയും കൂടെ കൂട്ടി. ബാപ്പയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ഞാൻ പറിച്ചെടുത്ത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. ബാപ്പയെ ഡയാലിസിസിന് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു നാട്ടിൽ വരുമ്പോഴൊക്കെ എൻ്റെ പ്രധാന ജോലി. 4 മണിക്കൂർ നേരത്തെ ഡയാലിസിസ് കഴിയുമ്പോഴേക്കും ബാപ്പ നന്നായി ക്ഷീണിക്കും. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ശേഷം നടക്കാനും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. എങ്കിലും ഞാനെത്തിയ ശേഷം ബാപ്പയുടെ പൊതുവെയുള്ള ക്ഷീണത്തിന് അല്പം കുറവുള്ളതുപോലെ തോന്നി. ആഹാരത്തോട് വിരക്തിയായി തുടങ്ങിയ ബാപ്പയ്ക്ക് ഞാൻ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും വാങ്ങിക്കൊടുക്കാനും ശ്രമിച്ചു. ഡയാലിസിസ് ഇല്ലാത്തൊരു ദിവസം നമുക്ക് ബീച്ചിലൊക്കെ പോയാലോ? എൻ്റെ ചോദ്യത്തിന് വളരെ പോസിറ്റീവായി ബാപ്പ പറഞ്ഞു, ആ പോകാം. അങ്ങനെ ഒരു ദിവസം തിക്കൊടി ഡ്രൈവിൻ ബീച്ചിൽ ബാപ്പയെയും ഉമ്മയെയും കൊണ്ടുപോയി. ബാപ്പയെ കൈപ്പിടിച്ച് നടത്തുമ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കുഞ്ഞു കൈകൾ പിടിച്ച് എത്ര ദൂരം ബാപ്പ നടന്നിട്ടുണ്ടാവും. വീഴുമ്പോൾ വാരിയെടുത്ത് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ബീച്ചിലെ ഐസ്ക്രീം വണ്ടി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഐസ്ക്രീം വേണോ ബാപ്പ? ഡയബറ്റിക് ആണെങ്കിലും ബാപ്പ തലയാട്ടി. അവിടെ എഴുതി വച്ചിരുന്ന ഐസ്ക്രീം ഫ്ലേവറുകൾ ഞാൻ വായിച്ചു കൊടുത്തു. മാംഗോ, വാനില, പിസ്ത, ഇളനീർ, സ്ട്രോബെറി. വാനില മതി, വാനില മതി. ബാപ്പയും ഉമ്മയും ആസ്വദിച്ച് ഐസ്ക്രീം കഴിക്കുന്നത് ഞാൻ നോക്കി നിന്നു. കുറച്ച് നടന്നാലോ? കടലിൻ്റെ അടുത്ത് വരെ. ബാപ്പ സമ്മതം മൂടിയപ്പോൾ ഒരു കയ്യിൽ സ്റ്റിക്കും മറുകൈ ഞാനും പിടിച്ച് തീരത്തുകൂടെ പതിയെ നടന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ബാപ്പ ദുബായിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഞങ്ങളെ കടപ്പുറം കൊണ്ട് പോകാറുള്ളത് ഞാൻ ഓർത്തു. ബാപ്പയുടെ സ്നേഹം പോലെ അനന്തമായ കടൽ കണ്ടുകൊണ്ട് നെയ്യപ്പവും ചായയും കഴിച്ച നിമിഷങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് കാല് നനച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ കടലിലേക്ക് നടന്നപ്പോൾ ഉമ്മ വിളിച്ചു പറഞ്ഞു, നീ വെള്ളത്തിലൊന്നും ഇറങ്ങല്ലേ. നമ്മൾ എത്ര വലുതായാലും മാതാപിതാക്കൾക്ക് കുട്ടികളാണ് എന്നതിൻ്റെ ഒരു സാക്ഷ്യവും കൂടിയായിരുന്നു ആ വാക്കുകൾ. എൻ്റെ സുരക്ഷിതത്വം ഇത്രമേൽ വിലമതിക്കുന്ന വേറെ ആരുണ്ടാകും ഈ ഭൂമിയിൽ? അസ്തമയ സൂര്യനും മറഞ്ഞ ശേഷമാണ് അവിടെ നിന്നും തിരിച്ചു വന്നത്. ആ യാത്ര ബാപ്പ നന്നായി ആസ്വദിച്ചു എന്നുള്ളത് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ചാരിതാർത്ഥ്യം ഉളവാക്കിയ കാര്യമായിരുന്നു.
പിറ്റേന്ന് ബാപ്പ പറഞ്ഞു, നീ തിരിച്ചു പോകും മുമ്പ് നമുക്കൊന്നുകൂടെ പോകണം ബീച്ചിൽ. പിന്നെന്താ, നമുക്ക് പോകാം ഇൻഷാ അല്ലാ. ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചു. അടുത്ത ആഴ്ച തന്നെ വീണ്ടും ബീച്ചിലേക്കൊരു യാത്ര. അന്ന് ബീച്ചിലെ മഴയും കാറ്റും ഇഷ്ടത്തോടെ എന്നെ വന്ന് പുണർന്നു. മഴ കിന്നാരം പറഞ്ഞ് പോകും വരെ ബാപ്പയെയും ഉമ്മയെയും വണ്ടിയിൽ തന്നെ ഇരുത്തി. പിന്നീട് കുറച്ചു നേരം നനഞ്ഞ തീരത്തു കൂടെ നടന്ന് ചായ കുടിച്ച് തിരിച്ചു പോന്നു. അകലാപ്പുഴയിലെ ഒരു ബോട്ട് യാത്രയും കൂടി ബാപ്പയോടൊപ്പം ആസ്വദിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഒരു ദിവസം ബാപ്പയുടെ ഉമ്മ പറഞ്ഞു, ഓള് തിരിച്ചു പോട്ടെ, മക്കളെയും മാപ്പിളയെയും ചെറിയ മോനെയും ഒക്കെ ഇട്ടേച്ചല്ലേ ഓള് വന്നത്. അല്പനേരം നിശബ്ദതയ്ക്ക് ശേഷം ബാപ്പ പറഞ്ഞു, പോകാൻ ഞാൻ പറയില്ല. ബാപ്പയെ കെട്ടിപ്പിടിച്ച് ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞേ ഞാൻ പോകുന്നുള്ളൂ. നമുക്കൊന്ന് കോഴിക്കോടൊക്കെ പോയി പാരഗണിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം. ആ, പോകാം. എനിക്ക് വയ്യ, ഞാൻ എങ്ങും വരുന്നില്ല എന്ന് ബാപ്പ ഒരിക്കലും പറയാറില്ല. അങ്ങനെ ബാപ്പയുടെ അല്ല, എൻ്റെ ആഗ്രഹവും ഞാൻ സാധിച്ചു ദൈവാനുഗ്രഹത്താൽ. നടക്കാൻ പ്രയാസം വരുന്നതിന് മുൻപ് വരെയും എന്നെ യാത്രയാക്കാൻ എയർപോർട്ടിൽ വരുമായിരുന്നു ബാപ്പ. സെപ്റ്റംബർ 12 വ്യാഴാഴ്ച രാത്രി 9 മണിക്ക് ഞാൻ ബാപ്പയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി. ഞാൻ ഡിസംബറിൽ വരാട്ടോ ബാപ്പ എന്ന് പറഞ്ഞ് ആ കവിളിൽ ഉമ്മ വെച്ചു. അതെൻ്റെ അവസാനത്തെ കാഴ്ചയാകുമെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. ഞാൻ പോയ വഴിയെ നോക്കി കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ബാപ്പ എന്ന് പിന്നീട് ഉമ്മ പറഞ്ഞറിഞ്ഞു. ഒക്ടോബറിൽ 2 ദിവസം കൂടി ബാക്കിയുള്ള എൻ്റെ പിറന്നാൾ ആശംസിക്കാതെ ബാപ്പ പോയി. മക്കളുടെ പിറന്നാളുകൾ ഒരിക്കലും മറക്കാത്ത ബാപ്പ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ മോളെ എന്ന് സ്വർഗത്തിലിരുന്ന് ആശംസിച്ചു കാണും. ഒരിക്കലുമില്ലാത്ത വിധം ഒട്ടും പ്ലാൻ ചെയ്യാതെയുള്ള എൻ്റെ നാട്ടിലേക്കുള്ള യാത്ര ബാപ്പയോടൊപ്പം സന്തോഷത്തോടെ ചെലവഴിച്ച ആ ഒരു മാസം ദൈവം എനിക്ക് നൽകിയ ഏറ്റവും മഹത്തായൊരു വരമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാനുകൾ എപ്പോഴും മഹത്തരമായിരിക്കുമല്ലോ. ഒരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ലാത്ത ബാപ്പയുടെ സ്നേഹത്തിന് പകരം നൽകാൻ എനിക്കൊന്നുമില്ലെങ്കിലും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ഞാൻ കൈമാറട്ടെ ബാപ്പ. സ്വർഗത്തിൽ ഒത്തുചേരാമെന്ന പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ, മകൾ സയ്യിദ.